ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമൊക്കെ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ അതേ വൈകുന്നേരത്തേക്ക് ചോറ് വയ്ക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് വയ്ക്കാനായിട്ട് കഞ്ഞിക്കലടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കട്ടെ കേട്ടോ, എന്നിട്ട് വേണം അരിയിടാനായിട്ട്. പിന്നെ കറിക്ക് കിട്ടിയിട്ടുള്ളത് ചാളയാണ് കേട്ടോ. അപ്പോൾ ചാള നന്നാക്കണം. ചാള വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായക്ക് കടി ഉണ്ടാക്കലും രാത്രിക്കത്തേക്ക് ചോറ് വയ്ക്കലും രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അട ഉണ്ടാക്കാൻ ചായക്കെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ഗോതമ്പ് മാവ് എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് ശർക്കരയും തേങ്ങയും കൂടി അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ എൻ്റെ ക്യാമറമാൻ ഇച്ചു ആണ് കേട്ടോ. അപ്പോൾ അവന് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇന്ന് അവൻ ഓത്തില്ലാത്ത ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ഞാനങ്ങനെ വീഡിയോ പിടിക്കണം ആ ഒരു മൂഡിലൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ പിടിക്കാനുള്ളൊരു മൈൻഡ് പോലും എനിക്ക് ഉണ്ടായില്ല. ഇന്നലത്തെ തലേദിവസത്തെ വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞ് അപ്ലോഡിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴാണ് വൈകുന്നേരത്തെ പരിപാടികൾ നോക്കണമല്ലോ. അപ്പോൾ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവന് ഞാൻ വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോണായിട്ട് എടുത്ത് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതേ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് മറ്റേ ഈ ഒരു 2 ഷേപ്പിലുണ്ടാക്കാൻ പറഞ്ഞു ഇന്ന്. സാധാരണ ഞാൻ അട ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കൽ. അതായത് റൗണ്ട് ഷേപ്പ് നമ്മൾ സാധാ ഒരു അടയ്ക്ക് ഉള്ള ആ ഒരു ഷേപ്പും ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഇതിലാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് സമോസയുടെ ഷേപ്പുള്ള അതും കൂടി എടുത്ത് തന്നിട്ടോ പറഞ്ഞു. 2 എണ്ണത്തിലും കൂടി ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ ഇരിക്കട്ടെ 2 ഷേപ്പും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അട ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ സാധാ അട ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി മറ്റതും കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മാവെല്ലാം കൂടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വെള്ളം തിളച്ച് മറിഞ്ഞു കേട്ടോ. അപ്പോൾ കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം അതിനകത്ത് നിന്ന് ആദ്യം കോരി എടുത്തിട്ട് പിന്നെ അരിയും കൂടെ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരു ജഗ് വെള്ളം മതി കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം തികഞ്ഞില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ജഗ്ഗിലേക്ക് മാത്രമേ വെള്ളം എടുത്തുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ കോരി എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ച് അരിയും കൂടെ കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ അരി അടുപ്പത്തേക്ക് ഇട്ടു. ഇനി ഇതിവിടെ കിടന്നിച്ച് വേവുമ്പോഴത്തേക്കും നമുക്ക് ചായയും കടിയും ഉണ്ടാക്കി ചായയും കുടിക്കാം കേട്ടോ. അപ്പോൾ അരി വേവാനായിട്ട് താമസമുണ്ട്. 2-3 മണിക്കൂർ വേവണ അരിയാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന അരി ആയതുകൊണ്ട് തന്നെ താമസമുണ്ട് കേട്ടോ അരി വേവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അരി ഇട്ടത്. ഇനി ചായക്ക് കടി ഉണ്ടാക്കിയിട്ട് വേണം വൈകുന്നേരത്ത് ചായ കുടിക്കാനായിട്ട്. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം എത്തിച്ചേരുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാറ്. അപ്പോൾ തുടക്കം മുതലേ നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടുവരുന്നവർക്കറിയാം എൻ്റെ വീഡിയോകൾ എങ്ങനത്തെ വീഡിയോകളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുവരെ കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ അറിയാം. ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ വ്ളോഗുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് സീസൺ ടൈമിലുള്ള അതായത് നമ്മുടെ വരുമാന മാർഗ്ഗമായിട്ടുള്ള കച്ചവടങ്ങൾ ചെറിയ കച്ചവടങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ചെറിയ വീഡിയോകളൊക്കെ അതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ കേട്ടോ. സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊന്നും കൂടെയൊക്കെ മോട്ടിവേഷനായിട്ട് പുതിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായക്ക് അടയാണ് കേട്ടോ. അപ്പോൾ സമൂസയുടെ ഒരു ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇതൊന്ന് ആവിക്ക് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അത് വെള്ളം തിളച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൽ ആവിക്ക് വേവിക്കാനുള്ള ഒരു തട്ട് വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നോരോന്നായി എടുത്ത് വെച്ച് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക. അങ്ങനെ അടയൊക്കെ വേവിച്ചെടുത്തു കേട്ടോ. ഇതേ വെന്ത് ചായ കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അട വേവാറായപ്പോഴത്തേക്കും തന്നെ കട്ടൻ ചായ തിളപ്പിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കട്ടെ. ഇനി ചായ കുടിച്ച് കഴിഞ്ഞ് മീൻ നന്നാക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് രസമാണ് കേട്ടോ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. മീൻ നന്നാക്കി ചാള വറക്കുകയും ചെയ്യാം, രസവും വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. പിന്നെ ഇനി കഞ്ഞിയും വെന്തിട്ട് കഞ്ഞി വാർക്കണം, എന്നിട്ട് വേണം കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ചായ കുടിക്കൽ കഴിഞ്ഞു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഫോൺ തോണ്ടി ഇരുന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്ത് തുടങ്ങിയിട്ടോ. ചോറ് വെന്തു എന്ന് തന്നെ പറയാം കേട്ടോ. അതായത് കുറച്ചും കൂടെ ചോറ് വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചും കണ്ട് ഒന്ന് വറക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചും കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കഞ്ഞി വെന്തു. എപ്പോഴും ചെയ്യണ പണിയാണ്
കാര്യം എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഏറ്റവും പേടിയുള്ളൊരു പണിയാണ് കേട്ടോ ഈ കഞ്ഞി വാർക്കലെന്ന് പറയുന്നത്. ചൂടുള്ളതുകൊണ്ടായിരിക്കും. ഇപ്പോഴും എനിക്ക് കഞ്ഞി ശരിക്കും വറക്കാൻ അറിയാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഈ വറുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കലം മറ്റൊരു കലം, അതായത് ഇവിടെ കഞ്ഞി വേവിക്കണ ആ ഒരു 2 കലത്തിൽ മാത്രമേ എനിക്ക് ചോറ് വാർക്കാൻ അറിയുള്ളൂ കേട്ടോ. അതിൻ്റെ താഴത്തുള്ള, അതായത് ഞാൻ വെക്കണ കഞ്ഞി കലത്തിൻ്റെ ആ ഒരു സൈസ്, കുറച്ച് അതിൻ്റെ താഴത്തുള്ള സൈസൊക്കെ ആണെങ്കിൽ ഞാൻ കഞ്ഞി വാർക്കും. കുറച്ച് അരി കൂടുതലുള്ള ചോറാണെന്നുണ്ടെങ്കിൽ എനിക്ക് വാർക്കാൻ ഇപ്പോഴും പേടിയാണ് കേട്ടോ. എന്നും എടുക്കണ പണിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് മാത്രം ഒരു ഭയങ്കര പേടിയുള്ള പണിയുള്ളൂ കേട്ടോ കഞ്ഞി വാർക്കൽ. പിന്നെ ഇതേ കുറച്ചും കൂടെ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ. എന്താണെന്നറിയോ, ഈ കഞ്ഞിവെള്ളത്തിന് ഭയങ്കര കൊഴുപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ കഞ്ഞി വറുത്ത് കഴിഞ്ഞാൽ വെള്ളം ചൂടാറി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഹലുവ ഇരിക്കും പോലെയാണ് കേട്ടോ കഞ്ഞിവെള്ളം ഒഴിക്കണം. അത്രയ്ക്കും കൊഴുപ്പുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ചോറിനും ആ ഒരു കുഴപ്പം ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിച്ചെങ്ങാണ്ട് വാർത്തില്ല എന്നുണ്ടെങ്കിൽ ചോറ് ഇങ്ങനെ വേവ് കുറഞ്ഞ ചോറാണെങ്കിലും കട്ടയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അങ്ങനെ ദേ കഞ്ഞി വാർത്തെടുത്തിട്ടുണ്ട്, ഒരുവിധം ഒപ്പിച്ചെടുത്തു കേട്ടോ. എപ്പോഴും എടുക്കണമെന്നും കുഴപ്പമില്ല, ഭയങ്കര പേടിയാണ് കേട്ടോ കഞ്ഞി വാർക്കാനായിട്ട്. അങ്ങനെ കഞ്ഞി വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രസം ഉണ്ടാക്കാനായിട്ട് ദേ ഈ ഒരു ചട്ടിക്കകത്തേക്ക് ഞാൻ അടുപ്പത്ത് വെള്ളം വെക്കാൻ കേട്ടോ. എന്തിനാണെന്നറിയോ, തക്കാളി വേവിച്ചെടുക്കാനായിട്ട്. അത്രയും വെള്ളമൊന്നും വേണ്ട, പക്ഷെ നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയും കറി വേണം കേട്ടോ. നല്ല കുറുകയല്ലല്ലോ ഇരിക്കുന്നത്, ഇച്ചിരി വെള്ളത്തിലല്ലേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളം മൊത്തം ഞാൻ ആ ഒരു തക്കാളിയിൽ തന്നെ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അതെന്താണെന്നറിയോ, ഒരു ചെരുവ മീൻ നന്നാക്കാനുണ്ട് എനിക്ക്. അപ്പോൾ ആ മീൻ നന്നാക്കി കഴിഞ്ഞെങ്ങാണ്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ തക്കാളി വെന്ത് വെള്ളവും പറ്റി ചട്ടിയും കത്തിയിരിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ വിറകടുപ്പത്തേക്ക് വെക്കുന്ന വിറകൊക്കെ ഇങ്ങനെ കഷ്ണമുള്ള കട്ട വിറകാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിരട്ട കത്തിക്കാനും കനലുണ്ടാകും കേട്ടോ. കട്ട കത്തി കഴിഞ്ഞാൽ ഒരു 5-6 കട്ട ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു കറിക്കുള്ളത് തന്നെ മതിയാകും കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം വെച്ച് കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ പൊരിക്കാനുള്ള മീൻ മാത്രമേ ഞാൻ ഇന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു, ബാക്കി ഞാനെടുത്ത് ഫീസറിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ മീൻ വറക്കുകയാണെന്നുണ്ടെങ്കിൽ രസം ഉണ്ടാക്കാം. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ടുമാണ്, എന്നാൽ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളതുമാണ് കേട്ടോ. എനിക്ക് രസം അല്ലെങ്കിൽ മീൻ വറുത്തത്, കുറച്ച് ബീഫ് ഫ്രൈ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളാകുമ്പോൾ പണിയും കുറവായിരിക്കും, സിമ്പിളായിട്ടുള്ള ഇതുമായിരിക്കും കേട്ടോ. പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഈ താളിപ്പ്, അതായത് മലപ്പുറത്തിൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ, താളിപ്പും എന്തെങ്കിലും വറുത്തതെന്ന് വെച്ചാൽ ചിക്കനോ ബീഫോ അതല്ലെങ്കിൽ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വറുത്തതും ഒരു താളിപ്പ് കേട്ടോ. അവിടെ നിന്ന് പോന്നിട്ട് 6 വർഷമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴും ആ ഒരു സ്റ്റൈലിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. ആ ഒരു സ്റ്റൈൽ തന്നെയാണ് ഏറ്റവും കൂടുതലും കഴിക്കാനും ഇഷ്ടം, അത് തന്നെയാണ് കേട്ടോ. ഈ തേങ്ങ അരച്ച കറീനേക്കാളും എനിക്ക് കഴിക്കാൻ ഇഷ്ടം താളിപ്പ് കറി. സാമ്പാർ കറിക്കാണെങ്കിൽ കുഴപ്പമില്ല, രസം അങ്ങനത്തെയൊക്കെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ തേങ്ങ അരച്ച കറി എനിക്ക് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അത് എല്ലാ കറിയില്ല, ചില കറികളൊക്കെ വെണ്ടയ്ക്കയും തക്കാളി തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിലും വറുത്തരച്ച് വെക്കുകയാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരു മാങ്ങ അങ്ങനെയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് തക്കാളിയൊക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേ ഇഞ്ചി നോക്കുമ്പോൾ ഒറ്റ കഷ്ണം ഇഞ്ചി പോലും ഇല്ല കേട്ടോ. അപ്പം മുറ്റത്ത് നട്ടേക്കണ ഒരു കഷ്ണം പോയി ഇഞ്ചി പറിച്ചെടുത്തു. ഇപ്പോഴത്തെ ആവശ്യത്തിന് അത് മതിയല്ലോ. ഇപ്പോൾ ഇഞ്ചി എല്ലാം പറിക്കാറായതുകൊണ്ട് തന്നെ ഇപ്പോൾ കടയിൽ നിന്നും അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ചായ കുടിച്ച സമയത്തല്ലേ ജസ്റ്റ് ഒരു കട്ടൻ ചായ എടുത്തെങ്ങാണ്ട് കുടിച്ചു, ഒരു അടയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ കഴിക്കാനായിട്ടൊരു ഇതുണ്ടായില്ല. പിന്നെ മീൻ നന്നാക്കലും എല്ലാ പണിയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചെങ്ങാണ്ട് ആ ചൂടോടുകൂടി ഒരട എടുത്ത് കഴിച്ചെങ്ങാണ്ട് പോയി കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ശരിക്കും ചായ കുടിക്കാനായിട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനി അടയൊക്കെ കൂട്ടി കട്ടൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ രസം ഉണ്ടാക്കാനും മീൻ വറക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, സമൂസയുടെ ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സമൂസ ഇരിക്കും പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളൊരു ഫില്ലിങ്സ് വേറെയാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തക്കാളി അത്രയും ഞാൻ വെള്ളം വെച്ച് കഴിഞ്ഞിട്ട്, ഇതിൽ കണ്ടോ ഒരു വരയുടെ പാട് കണ്ടോ, അത്രയും വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ഇത്രയും വെള്ളമായിട്ടോ. 5-6 കഷ്ണം കട്ട മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി രസം ഉണ്ടാക്കണം. അപ്പോഴത്തേക്ക് ഞാനിത് മീൻ വറക്കാനായിട്ടും വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഇരുന്നങ്ങാണ്ട് മീൻ വറുത്ത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ രസം അവിടെ പോയി ഉണ്ടാക്കാം കേട്ടോ. അടുക്കളയിൽ രസം ഉണ്ടാക്കാം, ഗ്യാസേൽ മീനും പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഒരു കഷ്ണം ഇഞ്ചി 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് തൊണ്ട് കളഞ്ഞെടുത്തു. അതിന് ഇതിലിട്ട് കണ്ടൊന്ന് ചതച്ചെടുക്കണം രസം ഉണ്ടാക്കാനായിട്ട്.
അപ്പോൾ ഇത് രസം ഉണ്ടാക്കാനായിട്ട് ആ ഒരു തക്കാളി വേവിച്ച ആ ചട്ടി തന്നെ ഞാൻ തക്കാളി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് തന്നെ അങ്ങോട്ട് ഉള്ളു കഴുകി എടുത്തുട്ടോ. കാരണം അതിൻ്റെ അകത്ത് ഓൾറെഡി കരി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ നാളത്തേക്ക് കഴുകാൻ ഒരുപാട് പാത്രം ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അത് തന്നെ അങ്ങോട്ട് എടുത്തുട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി എടുത്തു. ഒന്ന് ചതച്ച് പൊട്ടിച്ച് എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട പൊടികളും എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് രസം ഉണ്ടാക്കണം, കുറച്ച് രസം ഉണ്ടാക്കണം. മീനും വറുത്ത് തുടങ്ങിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറിച്ചിടുകയും പിന്നെ മീൻ വറുത്ത് കോരി അടുത്ത ട്രിപ്പ് ഇടുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ പൊടികളൊക്കെ മസാലപ്പൊടികളൊക്കെ എടുത്ത സമയത്ത് രസപ്പൊടി ഇല്ല കേട്ടോ. ആ സംഭവം തീർന്നത് ഞാൻ മറന്നും പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓർക്കണേ ഇല്ല കേട്ടോ. കാരണം കുറേ ദിവസമായി ഞാനിപ്പോൾ രസം ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് തന്നെ രസപ്പൊടി തീർന്നിരിക്കണേ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഉള്ളത് വെച്ചും കണ്ട് എന്തായാലും ഇത്രയൊക്കെ ആക്കിയില്ലേ. തക്കാളിയും വേവിച്ചെടുത്തു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം തന്നെ ചതച്ചുമൊക്കെ എടുത്തു. എന്നാൽ പിന്നെ ഒരു തട്ടിക്കൂട്ട് രസം ആവട്ടെ എന്ന് വിചാരിച്ചെങ്ങാണ്ടാണ് കേട്ടോ രസം ഉണ്ടാക്കണത്. എന്താകോ എന്തോ അറിയോ പോലും ഇല്ല കേട്ടോ. ഇങ്ങനെ ആദ്യമായിട്ട് രസം ഉണ്ടാക്കണേട്ട്, രസപ്പൊടി ഇല്ലാതെ ആദ്യമായിട്ട് രസം ഉണ്ടാക്കണേട്ട്. പിന്നെ കായപ്പൊടി ഉണ്ട്, മുളക് പൊടിയുണ്ട്. അതൊക്കെ വെച്ചെങ്ങാണ്ടൊരു രസം തട്ടിക്കൂട്ട് രസമാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കടുകും കുറച്ച് ഉലുവയും കൂടി ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയത് നമ്മൾ പൊടികളൊക്കെ എടുത്തേക്കണത്. മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടു. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ തക്കാളി നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കണല്ലോ, ജസ്റ്റ് തവിയും കൊണ്ടൊന്ന് ഉടച്ചെങ്ങാണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ ഇപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ തക്കാളി ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് വേവിച്ചേക്കണല്ലോ, അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇന്നിപ്പോൾ നന്നായിട്ട് ഉടച്ച് എന്താണെന്നറിയോ, ഇന്ന് രസപ്പൊടി ഇല്ലാത്ത കാരണം ചിലപ്പോൾ ഇച്ചിരി ഒരു വിട്ട് നിൽക്കുമ്പോൾ ഇരിക്കും. കാരണം വെള്ളം വേറെ ആയിട്ടും തക്കാളി വേറെ ആയിട്ടും കിടക്കുമെന്ന് അറിയില്ല കേട്ടോ. രസപ്പൊടി ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ രസം വെക്കാറില്ല കേട്ടോ. കാരണം ഇന്നിപ്പോൾ എന്തോ ഒരു പറ്റിയതാണ്. ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നത്. പിന്നെ പൊടികൾ നോക്കിയ സമയത്തെ ഫ്രിഡ്ജിലാണ് കേട്ടോ പൊടിയൊക്കെ വെക്കൽ. സാമ്പാർ പൊടിയായാലും എല്ലാ പൊടികൾ ഐറ്റംസൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ കവർ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലായിട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ രസപ്പൊടി ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് രസപ്പൊടി ഇല്ലയെന്ന് ഞാൻ അറിയണേ കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും കാണിച്ചൊന്ന് തീർത്തല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ ഇന്ന് തട്ടിക്കൂട്ട് രസമാക്കി കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. സാധാരണ നമ്മൾ രസം ഇരിക്കും പോലെ തന്നെ കേട്ടോ ഈ രസം ഇരിക്കുന്നത്. പിന്നെ ഇനി കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം കായപ്പൊടിയും ഇതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് രസപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ തന്നെ അങ്ങോട്ട് പറയുമല്ലേ. പിന്നെ കഴിച്ചപ്പോഴും ഞങ്ങൾക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ. സാധാരണ രസം കഴിക്കും പോലെ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ രസപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ രസം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനും തന്നെ ഇത്രയും ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ചെറിയ ചട്ടിയാട്ടോ ഇന്ന് മീൻ പൊരിക്കാനായിട്ട് വെച്ചത്. കാരണം രാത്രിക്കത്തേക്കുള്ളത് മാത്രം പൊരിച്ചാൽ മതിയില്ല. അപ്പോൾ അതുകൊണ്ട് മീൻ എപ്പോഴും നമുക്ക് ചൂടോടെ കഴിക്കാനല്ലേ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ നേരവും ഞാൻ മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ മുളക് വെച്ചെങ്ങാണ്ട് അങ്ങനെ വെക്കും. ആവശ്യമുള്ളത് എടുത്തെങ്ങാണ്ട്. ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്കാണ് കഴിക്കണമെന്ന് വെച്ചെങ്കിൽ ഉച്ചക്കത്തേക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് പൊരിക്കും. ബാക്കി എടുത്തെങ്ങാണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് ആവശ്യമുള്ളത് എടുത്ത് പൊരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതി കേട്ടോ. ഇനിയിപ്പോൾ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് അത്രയും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ അത് മതി. അങ്ങനെ രസം ഉണ്ടാക്കിയത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. നമ്മുടെ ചട്ടിയുടെ അവസ്ഥ കണ്ടോ. മീൻ നന്നാക്കാൻ പോയപ്പോഴത്തേക്കും ഈ കോലത്തിൽ കരിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചട്ടി ഒഴിവാക്കിയിട്ട് അതും കഴുകി എടുത്തു വെച്ചു. കഞ്ഞിയും വാർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ പണികളൊക്കെ തീർന്നു കേട്ടോ. സാധാരണ വൈകുന്നേരം ചോറും കറിയും വെക്കാനോ അങ്ങനെയുള്ള പണികളൊന്നും ഉണ്ടാവാറില്ല. രാവിലെ വെച്ച് കഴിഞ്ഞാൽ 2 നേരത്തേക്ക് ഇങ്ങോട്ട് ഒറ്റ വെപ്പായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് വെച്ചിട്ടുണ്ടായില്ല. അതായത് തലേദിവസം വൈകുന്നേരം ചോറ് വെച്ചത് മുഴുവനായിട്ടും കഴിച്ച് തീർന്നില്ല കേട്ടോ. വേറെ എന്തൊക്കെയോ തിന്നതുകൊണ്ട് ചോറിൻ്റെ ആവശ്യം ഉണ്ടായില്ല. അല്ലെങ്കിലും പൊതുവേ അങ്ങനെയാണല്ലോ, നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ പിന്നെ ചോറ് വേണ്ട, ചോറ് അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തേക്ക് ഞാൻ വേറെ കഞ്ഞി വെച്ചില്ല. അപ്പോൾ ചോറ് തിളപ്പിച്ച് വാർത്തോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വൈകുന്നേരം കഞ്ഞി വെക്കേണ്ടി വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നട്ടേക്കണ പച്ചക്കറികൾ അങ്ങനെയുള്ളതൊക്കെ നനയ്ക്കാനോ പിന്നെ കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കോഴീനെ പിടിച്ചിടലും ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അലക്കിയിട്ടേക്കണ തുണി എടുത്ത് വയ്ക്കാനും മടക്കി വയ്ക്കാനും അത്തരം ചെറിയ ചെറിയ പണികൾ മാത്രമേ വൈകുന്നേരം മിക്ക ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെ എന്തെങ്കിലും ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാകും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ മാങ്ങ ചമ്മന്തിയും കൂടി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി രാവിലത്തേക്കുള്ള അരി അരച്ച് വെക്കണം. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും നേരം കുറച്ച് പണികളൊക്കെ എടുത്ത് പാത്രങ്ങളും കഴുകാനുണ്ട് കേട്ടോ. അങ്ങനെ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ അരി അരച്ച് വെക്കുന്നത്.
അങ്ങനെ അരിയൊക്കെ കഴുകിയെടുത്ത് അരച്ച് വെച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് ചോറും പിന്നെ കുറച്ച് ഈസ്റ്റും കുറച്ച് തേങ്ങയും കൂടി അരച്ചും കണ്ട് അതും കൂടി അങ്ങോട്ട് അരച്ച് ഒഴിക്കാനാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് മിക്ക ദിവസം അരി അരച്ചാൽ പൊങ്ങൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം കുഴപ്പമില്ല, അതായത് ഇന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അടുപ്പും തറയ്ക്ക് നല്ല ചൂടാണ് കേട്ടോ. അടുപ്പിൽ നല്ല കനലുമാണ്, അടുപ്പും തറയ്ക്ക് നല്ല ചൂടാണ്. അപ്പോൾ ഇന്ന് നാളെ എന്തായാലും അപ്പം സോഫ്റ്റും നല്ല സൂപ്പറും ആയിരിക്കും കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് മിക്ക ദിവസം ഞാൻ അരി വെള്ളത്തിലിടാറുള്ളൂ. അതായത് വൈകുന്നേരം അടുപ്പ് കത്തിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അരി വെള്ളത്തിലിടും. അരിയാണെങ്കിലും ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാൻ അരി ഉഴുന്നും വെള്ളത്തിലിടുവാണെങ്കിലൊക്കെ അടുപ്പും തറയ്ക്ക് ചൂടുള്ള ദിവസം, അടുപ്പിൽ കനലുള്ള ദിവസം, എപ്പോഴും നമ്മൾ വൈകുന്നേരം തീ കത്തിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറ് കേട്ടോ. ഇന്നിപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാവിലെ ഉച്ചയ്ക്ക് എനിക്ക് ചോറ് വെക്കേണ്ടായിരുന്നില്ല, തലേദിവസത്തെ കഞ്ഞി തിളപ്പിച്ച് വാർത്തതുകൊണ്ട് വൈകുന്നേരം അരി ഇടണമെന്ന് രാവിലെ തന്നെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ടു കേട്ടോ. അങ്ങനെ ഇത് അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ അരി അരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കണം, കുറച്ച് ചമ്മന്തിയും കൂടി അരയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങയും തേങ്ങയും മുളകും എല്ലാം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തി അരയ്ക്കണം കേട്ടോ. ചമ്മന്തി അരച്ച് ചോറ് കഴിച്ച് പാത്രം കഴുകി അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ചമ്മന്തി അരച്ച് ചോറ് കഴിക്കട്ടെ. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കയറി കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കയറി കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അരി അരച്ച് വെക്കാൻ വേണ്ടി വെച്ചപ്പോഴും ഞാൻ തേങ്ങ വെള്ളം ഒഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അരി അരക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ തേങ്ങ വെള്ളം കാണുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് ഞാൻ അതെടുത്ത് കുടിച്ച് ഗ്ലാസ് കഴുകി കമത്തി വെച്ചു കേട്ടോ. അരി അരച്ചപ്പോൾ അതിൻ്റെ അകത്ത് ചേർത്തില്ല. അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.